അന്ന് ഞാൻ ഈ കല്ലറ തല്ലി പൊളിച്ചു. അപ്പം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം ഞാൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന്. ആരെൻ്റെ അടുത്ത് ക്ഷമിച്ചില്ലെങ്കിലും എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് ക്ഷമിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അച്ഛാമ്മ നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മുടെ ഭൂമിയാണെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചു കിട്ടി. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഈ ഭൂമി നമുക്ക് തിരിച്ചു കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആ എന്തോട്ട് രഞ്ജിത്ത് എന്തിയമേ? രഞ്ജിത്ത് ഇവിടെ അവന്റെ അച്ഛൻ്റെ അമ്മേരെ അടുത്ത് തന്നെ ഉണ്ട്. അടുത്തുണ്ട്. അന്ന് ഈ കല്ലറയൊക്കെ തല്ലി പൊളിച്ചിട്ടേക്കുമല്ലായിരുന്നോ? അന്ന് തല്ലി പൊളിച്ചത് ആ പെണ്ണുപിള്ളക്ക് വിധി വന്നെന്ന്, കൊണ്ട വസന്തയ്ക്ക് വിധി വന്നെന്ന് വിചാരിച്ച് അങ്ങനെ ആരോ വിളിച്ചവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അന്നെല്ലാം തല്ലി പൊളി ദേഷ്യം കൊണ്ട് അന്ന് ആ ദേഷ്യം കൊണ്ട് തല്ലി പൊളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങി പോകാനൊക്കെ ഇവൻ പറഞ്ഞു. ഞാൻ മൈൻഡ് ഒന്നും ചെയ്തില്ല. പിന്നെ അറിയുന്നു ഇവർക്കാണ് വിധിയാണെന്ന്. അന്നേരം ഈ കല്ലറയെല്ലാം വന്ന് റെഡിയാക്കി. പിന്നെ എല്ലാം വാങ്ങിക്കൊണ്ട് എന്നിട്ട് വീട്ടിൽ കിടന്ന എല്ലാം ആള് മാറി. ആളെ അങ്ങ് മാറി. ഇനി ഇവിടെ എന്തിനു കിടക്കണം? ഭൂമി ഇത് വീടും ഇതെല്ലാം എന്റെ പേരിലൊക്കെ നിങ്ങളുടെ പേരിലായപ്പോഴത്തേക്ക് ആള് മൊത്തം മാറി. ആള് മൊത്തവും മാറി. ഇപ്പൊ നല്ല ഫ്രഷായി. കാണിക്കും അവ എന്ത് അവൻ ഇതാ ഇവിടെ നിൽക്കുന്നത്. വിളിച്ചേ കാണിച്ചേ. രഞ്ജിത്ത് അങ്ങോട്ട് പോവാം. അച്ഛൻ്റെ അമ്മയുടെ തന്നെ ഉണ്ടോ? കൊണ്ട് അവിടെ തന്നെയാണല്ലേ? ഇതല്ലേ പൊളിച്ചിട്ടിരുന്ന ഇത് തന്നെ പൊളിച്ച കല്ലറ. കവനോട് തന്നെ ചോദിക്കട്ടെ. രഞ്ജിത്തെ, അന്ന് ഈ കല്ലറയൊക്കെ പൊളിച്ച് നാശമാക്കിയിട്ട് അച്ഛനോട് അമ്മയോടൊക്കെ ദേഷ്യമായിരുന്നില്ലേ? അച്ഛൻ്റെ അമ്മയടുത്തുള്ള ദേഷ്യമല്ല, ആ സമയത്ത് ഇങ്ങനെ വിധി വന്നു തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്തത്. അന്ന് എന്തോ ശരിക്കും പറഞ്ഞ അച്ഛനും അമ്മ കിടക്കുന്ന മണ്ണല്ല, അങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഒരു മകന്? ഇല്ല, ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു കണ്ടവരെ സ്ഥലമല്ലേ ഇവിടെ കയറി കിടക്കണ എന്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഉള്ളിലൊരു വിഷമം കാണുമല്ലോ, എന്തിനു ചുമ്മാ ഇവിടെ കിടക്കണ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പിന്നെ ശരി കോടതി അങ്ങനെ പറയല്ലേ, എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാം എന്നുള്ള രീതിയില്ല ഞാൻ തന്നെ പൊളിച്ചിട്ട് ഞാനല്ലേ ഇത് കെട്ടിയത്. നല്ല പൊളിച്ച ആ കുഴിയെടുക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പൊളിച്ചില്ല, ഈ കല്ലറയിലെ മാർബിൾ മാത്രം ഒന്ന് പൊളിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി പൊളിച്ച്. അപ്പോഴും അന്നേരം ഉള്ളിൽ അച്ഛനും അമ്മ കിടക്കുന്ന അതൊന്നും അരട്ടിയില്ല. അതിന് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ, ഇറങ്ങി കൊടുത്താൽ വേറെ ആരെങ്കിലും വന്ന് പൊളിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ സങ്കടം സഹിക്കാൻ വയ്യ. സങ്കടം സഹിക്കാൻ ചെയ്തിട്ട് ചെയ്തേ. പിന്നെ വിധി വന്നു. ഇപ്പൊ ഈ വീടും ഈ കല്ലറയെല്ലാം നിങ്ങളുടെ സ്വന്തമായി അല്ലേ? അതെ. എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇപ്പോ കോടതിയിൽ ഞങ്ങളുടെ ഇതാണെന്ന് പറഞ്ഞിട്ട് അവരൊരു വിധി ഇറക്കി. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ വിധി പറഞ്ഞതിന് 1-2 ആഴ്ച മുന്നേ തന്നെ ഞാൻ ഇതൊക്കെ എല്ലാം പണിതായിരുന്നു തിരിച്ച്. എന്തായാലും ഞാൻ ചെയ്തത് മോശമല്ലേ എന്നുള്ളൊരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ഇത് ചെയ്തായിരുന്നു. അമ്മ രഞ്ജിത്തിന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞു, സ്വന്തം അമ്മയുടെ അച്ഛനും കല്ലറ പൊളിച്ചവനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റം പറഞ്ഞു. ഒരു ദുഷ്ടനായിട്ടാണ് ഞങ്ങളെല്ലാം അന്ന് കണ്ടത്. എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാലേ എന്റെ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ പറ്റും. അതായത് എല്ലാവരും കുറ്റപ്പെടുത്തി ഒരുമാതിരി എന്ത് പറയാ, കണ്ട ഒരു സ്ഥലത്ത് കയറി കിടക്കണ എന്തിനാ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു. ഇത് സഹിക്കാൻ വയ്യാതിട്ട് ശരി എല്ലാരും പറയല്ലേ, എങ്കിൽ പിന്നെ വേണ്ട പോട്ട്, അമ്മയച്ഛനും എപ്പോഴും മനസ്സിലല്ലേ ഉള്ളത്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അത് ചെയ്തിട്ടിറങ്ങി. ഇപ്പൊ പിന്നെ കോടതി വിധി വന്നു. പിന്നെ ഇതെങ്ങനെ ശരിയാക്കിയത്? എങ്ങനെ തന്നെ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത്? പിന്നെ ഇല്ല, ഞാനും ചേർന്ന് പിന്നെ വേറൊരാളെയും കൂടെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചു. ആ ദിവസമൊക്കെ ഓർമ്മയുണ്ടോ? അച്ഛനും അമ്മയൊക്കെ തീ കൊളുത്തി നിൽക്കുന്ന രംഗമൊക്കെ ഓർക്കുന്നുണ്ടോ? അതൊക്കെ മറക്കാൻ പറ്റുമോ? ആ സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും നിന്ന് കത്തുന്ന സമയത്ത് ഞാൻ തന്നെ പോയി അമ്മയെ പോയി കെട്ടിപ്പിടിച്ചു. അപ്പം എന്റെ കൈയൊക്കെ ഫുള്ള് കത്തി കയറിയതാ. അപ്പൊ എന്റെ ചേട്ടൻ എന്നെ വലിച്ചിങ്ങെടുത്ത്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാനും കൂടെ നിന്ന് കത്തേണ്ടിയായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു രഞ്ജിത്തിനോട് അച്ഛനും അമ്മയ്ക്കും? ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നത്. അമ്മയെ ഞാൻ ഒരുമിച്ച് അടങ്ങും. പെട്ടെന്ന് ഇല്ലാണ്ടായപ്പോൾ വിഷമം അത് എനിക്ക് മാത്രമേ അറിയാവൂ എന്താണ്. അന്ന് ശരിക്കും എന്ത് വിഷയം പലർക്കും അറിയത്തില്ല. എന്തിനു വേണ്ടിയാണ് അന്ന് വിഷയം നടന്നത്? അച്ഛനും അമ്മ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നു പലർക്കും അറിയത്തില്ല. എന്തിനു വേണ്ടി ചെയ്തേ? അന്ന് ഞങ്ങൾ കുടുംബ വീട്ടിൽ താമസിക്കായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഈ വസന്ത എന്ന് പറഞ്ഞ ഏത് വീട്ടിൽ താമസിക്കുന്നേ? കുറച്ചപ്പുറത്ത് തന്നെ കുടുംബ വീട്. ഈ വീട് ആരുടെ? ഈ വീട് വസന്ത എന്ന് പറഞ്ഞ അവരുടെ വീട്. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഇവര് ഞങ്ങളെ വീട്ടിൽ സ്ഥിരം സീരിയൽ കാണാൻ വരുമായിരുന്നു. വസന്ത. ഈ വീട്ടിൽ താമസിച്ചു? വസന്ത എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇപ്പൊ മരിച്ചുപോയി. അവര് സീരിയൽ കാണാൻ വരുമായിരുന്നു. സീരിയൽ കാണാൻ വരും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കമ്പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ വീട്ടിൽ വെച്ച് ആശാരി പണി ചെയ്യുമായിരുന്നു. ആശാരി പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ വന്നിട്ട് കള്ള കേസ് കൊടുത്തു. അതായത് കള്ളത്തടി മോഷ്ടിച്ച് പണി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് വയ്യാതെയോ. അങ്ങനെ അവർ വന്നിട്ട് പറഞ്ഞു, ഇതേ നിങ്ങളിനി കേസൊന്നും കൊടുക്കല്ലെന്ന് പറഞ്ഞു.
ചുമ്മാ കള്ള കേസ് കൊടുക്കല്ലെന്ന്. വിജിലൻസിലൊന്നും അന്ന് വന്നിരുന്നു. അപ്പോൾ അവരൊന്നും കള്ളത്തടിയല്ല മോഷ്ടിച്ചല്ല പണിയണത്, കറണ്ട് ഓഫീസിൽ പൈസയൊക്കെ അടച്ചിട്ടാണ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നു. പേപ്പറിലെന്ന് വെച്ചാൽ അവിടുത്തെ ഇതിൽ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് അത് തന്നു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവിടങ്ങളിലുള്ള എല്ലാവരുടെ പേരിൽ അവർ കേസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊന്നും എൻ്റെ അച്ഛൻ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. അപ്പം ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്തപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ ഇവർ താമസിക്കുന്ന ഈ കോളനി സ്ഥലത്തിൻ്റെ വിവരാവകാശം വഴി സ്ഥലത്തിൻ്റെ രേഖകൾ ചോദിച്ചു. അവൻ പറഞ്ഞു ഒരാൾക്ക് 4 സെൻറ്റ് കോളനി അനുവദിക്കുകയുള്ളൂ. ആ പട്ടയത്തിൻ്റെ വ്യവസ്ഥയിലുണ്ട്. അതായത് വിൽക്കാനും പാടില്ല, കൈമാറ്റം ചെയ്യാനും പാടില്ല, ബന്ധുക്കൾക്ക് മാത്രം കൈമാറ്റം ചെയ്യാം. അങ്ങനെ എൻ്റെ അച്ഛൻ പോയിട്ട് ഇവരെ ഈ അനധികൃതമായിട്ട് കോളനി കൈവശം വെച്ചിരിക്കുന്നതിന് പരാതി കൊടുത്തു. പഞ്ചായത്തിൽ, വില്ലേജിൽ, താലൂക്കിൽ എല്ലായിടവും പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് അവരാരും ഒരു നടപടിയും സ്വീകരിക്കാൻ വന്നില്ല. കാരണം ഇവർക്ക് അത്രയും സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൻ്റെ പുറത്തൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ സ്ഥലവും വേറെ പണ്ട് താമസിച്ച ഒരാളുടെ പേരിലായിരുന്നു. നിങ്ങൾ താമസിക്കുന്നവരുടെ രഞ്ജിത്ത് അച്ഛനമ്മക്ക് താമസിക്കുന്ന വീട്, അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ അടക്കിയിരിക്കുന്ന ഈ സ്ഥലം വേറൊരാളുടെ പേരിലായിരുന്നു. അവരെ പേരിൽ കള്ളക്കേസ് കൊടുത്ത് അവർ ഈ സ്ഥലം ഇട്ടിട്ട് പോയി. അതായത് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയി. അവരങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി. എൻ്റെ അച്ഛനാണെങ്കിൽ ഈ സ്ഥലവും ഇവർ തന്നെ മതിലൊക്കെ കെട്ടി വെച്ചിരുന്നതായിരുന്നു. ഈ വസന്ത എന്ന് പറഞ്ഞ സ്ത്രീ ഈ സ്ഥലത്തിൻ്റെ പേരിലും കൊണ്ടുപോയി കേസ് കൊടുത്തു, ഇതേപോലെ അനധികൃതമായിട്ട് വെച്ചിരിക്കണം. അപ്പോൾ അവരാരും ഒരു ആക്ഷനും എടുത്തില്ല, ഒന്നും ചെയ്തില്ല. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കോടതിയിൽ കൊണ്ടുപോയി അവർ പേപ്പർ കൊടുത്തു. ഞങ്ങളപ്പോൾ ഈ സ്ഥലത്ത് കയറി താമസം തുടങ്ങി. ഇവിടെ ഒരു ചെറിയ ഷെഡിൽ താമസിക്കുന്നു. കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തു. അതായത് അച്ഛനും അമ്മയും അനധികൃതമായിട്ടാണ് ഇവിടെ കയറി താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ആൾക്കാർ വന്നു. കോടതിയിൽ നിന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു 18 പ്രാവശ്യം കേസ് വിളിച്ച്. അങ്ങനെ ഞങ്ങളൊരു പാർട്ടിയുടെ ഒരു വക്കീലിനെയാണ് വെച്ചിരുന്നത്. കോടതിയുടെ കാര്യമൊന്നും എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിഞ്ഞുകൂടാ. ഈ വക്കീൽ 18 പ്രാവശ്യം കേസ് വിളിച്ചിട്ടും ഞങ്ങളടുത്ത് അറിയിച്ചില്ല. അറിയിക്കാതെ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് എക്സ്പെർട്ട് വിധി ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നേ ദിവസം തന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ പോയി, അന്നേ ദിവസമല്ല അതിന് കുറച്ച് ദിവസം മുന്നേ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ കൊടുത്ത് ആ ദിവസം തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെ സംഭവിക്കുന്ന ആ 20-ാം തീയതി തന്നെ കോടതിയിലൊന്ന് സ്റ്റേ ഓർഡർ വരെയാണ്. അതായത് ഇവരെ ഇപ്പം ഇവിടെ നിന്ന് ഇറക്കല്ലെന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റേ ഓർഡർ വരുമെന്ന് കോടതിയിലുള്ളവർക്ക് എന്തായാലും നേരത്തെ അറിയാം. അവരത് വകവയ്ക്കാതെ പെട്ടെന്ന് ഇവരെ ഈ സ്വാധീനത്തിൻ്റെ പുറത്ത് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം വക്കീലിൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്താൽ സ്റ്റേ ഓർഡർ വരുമെന്ന് പറഞ്ഞു. അപ്പം ചോറ് തിന്നാനൊക്കെ കോരി വെച്ചിരിക്കുന്നു എൻ്റെ അമ്മയച്ഛന്. നമ്മളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. അവർ പറഞ്ഞില്ല ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ സമയമാണ് എൻ്റെ അപ്പനും അമ്മയും കേട്ടത് അവരെടുത്ത്. അരമണിക്കൂർ ആകുമ്പം കോടതിയിൽ സ്റ്റേ ഓർഡർ വരും. കോടതിയിൽ പോയി കേസ് പറയാം. എന്തായാലും ഈ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട, ഈ അനധികൃതമായിട്ട് വച്ചിരിക്കുന്നത് ഈ പുറം ലോകത്തെ കാണിക്കണം, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് എൻ്റെ അപ്പ ഇതെല്ലാം ചെയ്തത്. അരമണിക്കൂർ സമയം തരാതെ നിന്നപ്പോൾ എൻ്റെ അപ്പനാണെങ്കിൽ അമ്മയും ചേർത്ത് തലയിൽ കൂടെ പെട്രോൾ ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു സാറേ അടുത്ത് വന്നാൽ ലൈറ്റർ കത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരൻ പെട്ടെന്ന് വന്ന് ലൈറ്ററിൽ തട്ടി. അങ്ങനെ തീ കത്തി, ആളി കത്തി. അതിനുശേഷം നിങ്ങളെ ഇവർ വിട്ടില്ല, എത്ര മിനിറ്റ് പുറത്താക്കുമെന്ന ലക്ഷ്യമായിരുന്നു അവർക്ക്, അയൽവാസിക്ക്. അതിനുശേഷം ഞങ്ങളെ പുറത്താക്കും. മനസാക്ഷി ഒന്നും കാണിച്ചില്ല? ഇല്ല, മനസാക്ഷി ഒന്നും കാണിച്ചില്ല. വീണ്ടും ഞങ്ങളെ പേരിൽ കേസ് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എൻ്റെ പേരിൽ കേസ് കൊടുത്തു. അവർക്ക് വധഭീഷണിയുണ്ട്, ഞാൻ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പോലീസ് വന്നിട്ട് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ആ പോലീസുകാരൻ പാവമായിരുന്നു. എടാ ഞങ്ങൾക്കറിയാം അവർ കള്ള കേസാണ് കൊടുത്തത്. ഇപ്പം എങ്ങനെ വിധി വന്നേക്കുന്നത്? എങ്ങനെ ഇപ്പം വിധി വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരിൽ വേറെ അവകാശമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളെ പേരിൽ വേറെ സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിന് സന്തോഷമായി അല്ലേ? അതെ അല്ലേ, അവർ ഉറങ്ങുന്ന മണ്ണ് നിങ്ങൾക്ക് കിട്ടി. അതെ. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം എങ്ങനെ ജീവിതമാർക്ക് ഇപ്പം ഇവിടെ ആരൊക്കെ താമസിക്കുന്നത്? ഇപ്പം ഇവിടെ ഞാനും അച്ഛാമ്മയും ചേർന്നു. സഹായിക്കാർക്കുണ്ട്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ ഞാനും ഒരു കടയിൽ വർക്കിന് പോകുന്നു, അങ്ങനെ പോകുന്നു. ഞാനും തൊഴിലുറപ്പിന് പോകും. എന്നെ കൊണ്ട് കഴിവുള്ളത് അവിടെ ചെന്ന് ചെയ്യും. പിന്നെ ആരെങ്കിലുമൊക്കെ കൂടെ സഹായിച്ചു തരും. കാരണം 70 വയസ്സ് എനിക്കുണ്ട്. എന്നെ കൊണ്ട് നന്നായിട്ട് മറ്റുള്ളവർ ചെയ്യും പോലെ ഒന്നും ജോലി ചെയ്യാൻ കഴിവില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിവുള്ളത് അങ്ങേറ്റം ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞ ഈ അമ്മയുടെ മകൻ രാജൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഭൂമി കിട്ടാൻ വേണ്ടിയാണ്. അതെ, ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ
അത് ആ പെണ്ണും പിള്ള തന്നെയാണ് ഇവിടെ വിളിച്ച് വരുത്തിയത്. എൻ്റെ മോന് ഒരാഗ്രഹവും ഇല്ല കണ്ടവരെ ഭൂമിക്കോ വസ്തുവിനോ പണത്തിനോ ഒരാഗ്രഹവും ഇല്ല. ഇവൻ കണ്ട ആളെയൊക്കെ രോഗിയൊക്കെ ഭക്ഷണം കൊണ്ടുപോയ ആളാണ്, മാനസിക രോഗിയൊക്കെ. എന്നാലും എനിക്ക് രാവും പകലും എനിക്ക് രാജന്റെയും ഞാൻ സുധ എന്നാണ് വിളിക്കണം, അമ്പിളി എന്നാണ് പേരെങ്കിലും ഞങ്ങൾ ഇവിടെ വിളിക്കണം സുധ എന്നാണ്. ഈ സുധയും രാജന്റെയും കാര്യം എനിക്ക് മായാനേ പറ്റണില്ല, മാഞ്ഞു പോണേ ഇല്ല മനസ്സിലെന്ന്. ഇപ്പോഴും ഇതൊരു ഓർമ്മയായിട്ടെ, ഇത് എപ്പോഴും മുമ്പിൽ കിടക്കുമല്ലേ, പോകുമ്പോഴും വരുമ്പോഴല്ലേ എപ്പോഴും ഓർമ്മയായിട്ട് മനസ്സിൽ കിടക്കത്തില്ലേ? അത് നല്ലതാണോ മോശമാണോ? മറക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്? അല്ല, നല്ല ഓർമ്മകൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണ നല്ലതല്ലേ. അത് മറക്കൂലല്ലോ. സ്വന്തം അച്ഛനും അമ്മയല്ലേ, അങ്ങനെ മറക്കാൻ പറ്റുമോ നമുക്ക്? ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് അല്ലേ ഓർമ്മ വരുന്നുണ്ട്. അതെ. ഇപ്പൊ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ അംഗീകരിച്ചോ രഞ്ജിത്തിന്റെ പ്രവൃത്തിയെ? ആ, നാട്ടുകാരൊക്കെ എല്ലാം കൂടെ ഉണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു മക്കൾക്ക് ഇങ്ങനെ അവസ്ഥ വരരുത് അല്ലേ? അത് എന്താ പറയുള്ളത്? അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ജീവിതം അങ്ങനെയുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാത്ത ജീവിതം എന്ന് വെച്ചാൽ എന്തു പറയാ, അവസ്ഥ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം പുറത്തൊരു കൂട്ടുകാരൻ്റെ കൂടെ പോയിരുന്നാലും അവൻ തൊലഞ്ഞു പോയി അങ്ങനെ എല്ലാവരും പറയുന്നു. പക്ഷേ അത് നമ്മുടെ വിഷമം മാറ്റാനാ പുറത്ത് പോകുന്നതെങ്കിൽ ഇറങ്ങുന്നതൊക്കെ. പക്ഷേ ആൾക്കാരങ്ങനെയല്ലേ ചിന്തിക്കുന്നു. അല്ല, അച്ഛനും അമ്മയും ഉള്ളപ്പോൾ ഒരു ഭയങ്കര ജീവിതമല്ലേ കാത്തിരിക്കുക. അച്ഛനും അമ്മയുണ്ട് അല്ലേ, അത് വല്ലാത്തൊരു സന്തോഷമല്ലായിരുന്നു വീട്ടിൽ വന്ന് കയറുമ്പോൾ? അച്ഛനും അമ്മയും ഉള്ള സമയം എന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് കയറുമ്പോഴായിരുന്നാലും ഒരു ആളുണ്ട്, ഒരു കൂട്ടുണ്ട്, ഒരു ധൈര്യമുണ്ട്. പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാതെ വീട്ടിൽ വന്ന് കയറുമ്പം വെറും ഒരു ശൂന്യത മാത്രം. അലപ്പില്ല, ബഹളമില്ല, കുറ്റപ്പെടുത്താൻ ആളില്ല, രണ്ട് തെറി പറയാൻ പോലും ആളില്ല. അങ്ങനത്തെ അവസ്ഥ. ഇതേപോലത്തെ ഒരു അവസ്ഥ ഈ ലോകത്ത് ഒരു മക്കൾക്കും വരരുതാണെന്നാണ് എൻ്റെ ആഗ്രഹം.